ഒരു ദീപാവലി വീഡിയോ ആണ്. ഭയങ്കര ഒരു സെലിബ്രേഷനായിട്ടുള്ളൊരു ദിവസമായിരുന്നേ. അതൊരു ദിവസമല്ല, ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഫുൾ ദീപാവലിയുടെ സെലിബ്രേഷനായിരുന്നേ. ആകെക്കൂടെ നമ്മുടെ നാട്ടിൽ കുറച്ച് പടക്കം മേടിച്ച് വൈകുന്നേരം പൊട്ടിക്കും എന്നല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ദീപാവലിയായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ദിവസത്തിന് ഇത്രയും പ്രത്യേകതയുണ്ടെന്നോ ഇത്രയും ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഓരോ വീട്ടിലും അതിൻ്റെ നമ്മൾ ശരിക്കും നമ്മുടെ ഓണമൊക്കെ പോലെ അവരുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയും പിന്നെ സ്വീറ്റ്സ് അത് ഇത് ഭയങ്കര സെലിബ്രേഷനായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കും ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളും വൈകുന്നേരം പോയി കുറച്ച് പടക്കങ്ങളൊക്കെ മേടിച്ചേ. അങ്ങനെ നമ്മളും ചെറിയ രീതിയിൽ ദീപാവലിയൊക്കെ ഒന്ന് ആഘോഷിച്ച് കുറച്ച് പടക്കങ്ങളൊക്കെ മേടിച്ച് കത്തിക്കട്ടെ. കുറച്ചു നേരം പിടിക്കാതെ എന്നാൽ അതവിടെ വെച്ചേര്, വേറെ എത്താം. സമയം എടുക്കണം എത്താൻ. അത് കത്തത് ചീറ്റി ഇല്ല. അതിനാ അവിടെ വെച്ചത് ഞാൻ. ഇവിടെ ആണെങ്കിൽ റോഡിന് നടുക്കും വണ്ടിയിലൊക്കെ വെച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സേഫ്റ്റി ഒന്നും ഇവിടെ വലിയ കൺസേൺ ഉള്ളൊരു കാര്യമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ചുകൂടെയൊക്കെ സേഫ്റ്റി ആയിട്ട് ആ പടക്കം പൊട്ടിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി മുന്നോട്ട് വെച്ചേ, പുറമോട്ടല്ല മുന്നോട്ട്, കുറച്ചും കൂടി മുന്നോട്ട് വയ്ക്കുന്നു. മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ അവിടെ വെച്ചോണ്ട് അങ്ങോട്ട് നോക്കാം. ചീറ്റി പോയ പടക്കമാണ്. 50 രൂപയ്ക്ക് നമുക്ക് തന്നെ. അവിടെ വെയ്യ അത്. ആ ഇനി എനിക്ക് മാറോ. അത് സക്സസ്. ചീറ്റും വണ്ടി അടുത്തറിയല്ല, മുന്നോട്ടറിയും. വണ്ടി ഇല്ലാത്തടത്തോട്ട്. തീയുണ്ട്. ചീറ്റി നമ്പർ 1. പണിയാ, നമുക്ക് അങ്ങോട്ടല്ലേ അറിയാം. അവർ തൂത്തി
നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാനും അനിയനൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോഴോ ചെറിയ രീതിയിലുള്ള പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളെ നമ്മൾ മേടിക്കാറുള്ളൂ. പക്ഷേ അപ്പം തന്നെ അച്ഛൻ വന്ന് ഞങ്ങളെ വഴക്ക് പറയും. കാരണം വണ്ടി ഇരിക്കുന്നു, കാർ ഇരിക്കുന്നു, അങ്ങോട്ട് നീക്കി വെച്ച് പൊട്ടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ വഴക്ക് പറയും. അവിടെ എങ്ങും ആരും കാണത്തില്ല. ശരിക്കും ആ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഈ പറയുന്നതേ ഉള്ളായിരിക്കും. അതൊരു ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഈ വണ്ടിയൊക്കെ ഇരിക്കുന്നത്. എന്നാലും അച്ഛൻ അങ്ങനെ പറയുവേ. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവർക്കൊന്നും ഇതൊന്നും വലിയ കാര്യമേ ഇല്ല. നമ്മളിങ്ങനെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പടക്കം പൊട്ടുന്നത്. അപ്പോൾ നമ്മളായിരിക്കും ഇതെന്തുവാന്ന്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ മനസ്സിലായി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ അങ്ങനത്തെ പ്രത്യേകിച്ച് വലിയ വിഷയമുള്ളൊരു കാര്യമൊന്നുമില്ല. ചെറിയ കുട്ടികൾ തൊട്ട് വലിയൊരു വരെ കയ്യിലൊക്കെ വെച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അത്രയും വലിയ റിസ്ക് ഒന്നും കാണിക്കാൻ നമുക്കറിയത്തില്ല. നമ്മൾ പഴയ സിസ്റ്റം തന്നെ വെച്ചിട്ട് നമ്മൾ ഓടുന്നു. ആ പരിപാടി തന്നെയായിരുന്നു. എന്തായാലും നല്ലൊരു ദീപാവലിയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് പടക്കേ പൊട്ടിച്ചുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേറെ ഫംഗ്ഷൻ വരുമ്പോൾ പൊട്ടിക്കാം. അത് എന്താ പറയുന്നത്, തണുത്ത് പോയില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ ഒരു ദീപാവലിയും ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക്